ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് പുതിയൊരു ബോർഡർ ഡിസൈൻ പഠിക്കാം. ഇന്ന് ഈ ഡിസൈനാണ് പഠിക്കാൻ പോകുന്നത്. ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ആങ്കർ ത്രെഡാണ് എടുക്കേണ്ടത്. ഇതുപോലെ ഇടത് സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. ഈ നടുവിലുള്ള വരയിൽ കുത്തി താഴ്ത്തുക. അതേ ലെവലിൽ ഇവിടെ നിന്ന് വലത് സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. നടുക്ക് കുത്തി താഴ്ത്തുക. വീണ്ടും ഇടത് സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. സെൻറ്ററിൽ കുത്തി താഴ്ത്തുക. വീണ്ടും വലത് സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. സെൻറ്ററിൽ താത്തുക. എല്ലാവരും ഇതുപോലെ ഒരു സൂചിയും നൂലെല്ലാം എടുത്ത് ഒരു തുണിയിൽ ഇതിൻ്റെ കൂടെ ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് നടുക്കുന്ന കുത്തിയെടുത്ത് ഈ ഇലയുടെ അരികത്ത് കുത്തി താഴ്ത്തി വീണ്ടും ഇവിടെ നിന്ന് കുത്തിപ്പൊക്കിയെടുത്ത് ഇവിടെ തന്നെ താത്തി കൊടുക്കണം. ഇനി നമ്മളിവിടെ ഒരു മുത്താണ് വെച്ച് കൊടുക്കേണ്ടത്. മുത്തില്ലെങ്കിൽ ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക. സാധാരണ നൂലാണ് എടുക്കുന്നത്. ഞാൻ 6 ഇഴയായിട്ട് നമ്മുടെ സൂചിയിൽ കോർത്തു. ഇനി ഇവിടെ ഒരു ബുള്ളിയൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ മുകളിലോട്ട് കുത്തിയെടുത്തു. താഴേക്ക് കുത്തി താഴ്ത്തി ആദ്യം കുത്തി പൊക്കിയെടുത്ത സ്ഥലത്ത് കൂടി സൂചി വീണ്ടും കുത്തി പൊക്കിയെടുക്കുക. ശേഷം ഇതുപോലെ നൂല് ചുറ്റി കൊടുക്കുക. 10 വട്ടമാണ് ചുറ്റുന്നത്. അതിനുശേഷം സൂചി മേലോട്ട് വലിച്ചെടുക്കുക. വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് കുത്തി മേലോട്ട് പൊക്കിയെടുത്തു. ഇവിടെ പുറകിൽ കുത്തി താഴ്ത്തി വീണ്ടും മുകളിലോട്ട് കുത്തി പൊക്കിയെടുത്ത് ഇവിടെ 10 വട്ടം ചുറ്റി കൊടുക്കുക. അതിന് ശേഷം നീഡിൽ മുകളിലേക്ക് വലിക്കുക. വീണ്ടും സൂചി ഇവിടെ താഴേക്ക് കുത്തി താഴ്ത്തുക. നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞി ഫ്ലവർ കിട്ടി. ഇത് ബുള്ളിയൻ റോസാണ്. അതിൻ്റെ ചെറിയ മോഡലാണ്. ജോലി ഇല്ലാതിരിക്കുന്ന വീട്ടമ്മമാർ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ ഡ്രസ്സുകളിൽ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ അയൽവാസികളൊക്കെ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ അവർക്ക് ഈ വർക്ക് ചെയ്ത് കൊടുത്താൽ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാകും. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കുക.
ഈ സ്റ്റിച്ച് കുറച്ചുകൂടി എളുപ്പം ചെയ്യാനുള്ളൊരു മെത്തേഡാണിത്. ഇതുപോലെ മുകളിൽ നിന്ന് കുത്തുക, താഴെ കുത്തി താഴ്ത്തുക, അതിനുശേഷം ഇടത്തോട്ട് കുത്തിയെടുക്കുക, അതിന് ശേഷം വലത് സൈഡിലോട്ട് കുത്തി താഴ്ത്തുക, അതിനുശേഷം വീണ്ടും സെൻറ്ററിൽ കൂടി മുകളിലേക്ക് എടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തു. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റിച്ചാണ്, ഫ്ലൈ സ്റ്റിച്ചാണ്. ഇതുപോലെ ചെയ്യുക താഴത്തോട്ട്. നമുക്കിതുപോലെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്ത് കൂടുതൽ നമ്മുടെ ഐഡിയ പോലെ ഇതിനെ കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ളതാക്കാൻ പറ്റും. എല്ലാവരും ഈ എംബ്രോയ്ഡറി ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇത് ചുരിദാറിൻ്റെ കൈകളിൽ ചെയ്യുന്ന എംബ്രോയ്ഡറിയാണ്. ചെസ്റ്റ് പാർട്ടിൽ കഴുത്തിൽ നിന്ന് താഴോട്ട് 14 ഇഞ്ച് വരെ, ഷോൾഡർ മുതൽ 14 ഇഞ്ച് വരെ താഴോട്ട് ചെയ്യുന്ന എംബ്രോയ്ഡറിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനൊക്കെ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം അയച്ചു കൊടുക്കുക. ഇതുപോലെ ഇവിടം വരെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. താങ്ക് യു.